ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ഇത് കാണും, ഇത് നോക്കിക്കോ. മലപ്പുറം, ഞാൻ പറയട്ടെ, മലപ്പുറം എന്നുള്ളൊരു നാടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വരെയിലെത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ തളിപ്പറമ്പിനടുത്തുള്ള നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ സ്നേഹഭവനിലോട്ടാണ് ഇന്നെൻ്റെ യാത്ര. കുറേ ആളുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. നമുക്ക് പോയി പരിചയപ്പെട്ടാലോ? എന്താ പേര്? മിഥിലാജ്. നാട് മമ്പുറം. കുറേ ഇവിടെ. അതെ അല്ലേ. എന്താണ് സലാം? പേര് പറഞ്ഞേ. എവിടെയാണ് സ്ഥലം? തലശ്ശേരി. മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. പറഞ്ഞു. പറയാം. പേര്? ആയിക്കോട്ടെ. കണ്ണൂർ സിറ്റി ഫോൺ വിളിക്കാൻ പറ്റും. ഇൻഷാ അല്ലാ നമ്മൾ സെറ്റാക്കും. പേര് ചോദിക്കുന്ന പറഞ്ഞില്ലേ? പറഞ്ഞോടത്ത ക്യാമറ എടുത്തു. ഞങ്ങള് ഭയങ്കര ടയർഡായി. അതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സെയ്താലി. മാഷാ. എവിടെ നാട്? വയനാട്. ശരി. ചാടിച്ചാ കുടിച്ചില്ലേ? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി പഠിച്ചെടുത്തൊരു കാര്യം ബന്ധങ്ങളെല്ലാം വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. പക്ഷെ അല്ല എന്നുള്ളത് വേറെ പലയിടത്തും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവിടെ വന്നിട്ടും അല്ലാതെ വേറെയും മനസ്സിലായി. പക്ഷെ ഞാൻ എൻ്റേതെന്ന് അഹങ്കരിച്ചിരുന്ന ബന്ധങ്ങളെല്ലാം ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ളത് റിയലൈസ് ചെയ്തു. ഞാൻ എൻ്റെ കൂടെ ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ക്യാഷുള്ള സമയത്ത് അപ്പം ഞാൻ കരുതിക്കൊണ്ട് എന്നോടുള്ള സ്നേഹമാണ് ചോദിച്ചത്. പക്ഷേ അതല്ല, ഞാൻ എന്നിൽ കൂടി ജനറേറ്റ് ചെയ്യപ്പെടുന്ന കാശാണ് അതൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുത്തതല്ല, സന്തോഷത്തോടെ കൊടുത്തു. അതുകൊണ്ട് ഞാൻ അതൊന്നും തിരിച്ച് ചോദിക്കാൻ പോയിട്ടില്ല. വേർ മണി ഡെയർ പീപ്പിൾ അല്ലേ? അവിടെ പൈസ ആൾക്കാരുണ്ട്. അതിൽ നിലക്കുന്ന സമയത്ത് ഒരാളുണ്ടാവില്ല നമ്മുടെ കൂടെ. അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥം. അതിലൊരാളാണ് ഇപ്പോൾ ജോർജ് ചേട്ടൻ. ഒരു ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പല പ്രവാസികളും എടാ നിങ്ങളെ നാട് എവിടെയായിരുന്നേ? നാട് പയ്യന്നൂർ പെരുമ്പേരില്ലേ? ഇവിടെ ഇപ്പോൾ ഒരു കൂടെ കൂടിയിട്ട് എത്ര കാലമായി? ഇവിടെ വന്നിട്ട് 6 കൊല്ലത്തിന് മേലെ. 6 കൊല്ലത്തിന് മേലയില്ലേ? എങ്ങനെയായിരുന്നു ഒരു തുടക്കം? എങ്ങനെയായിരുന്നു ഇവരെ കിട്ടിയത്? ഒന്നും അത് നോക്കാതെ ഒന്നും പിടിക്കാതെ എന്തെങ്കിലും പിടിച്ച് PWD ഓഫീസിൽ വീണ് കിടക്കായിരുന്നു. അവിടുന്ന് ആരോ പയ്യന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അവിടുന്ന് ഇവിടെ എടുത്തിട്ട് കൊണ്ടുവന്നു. അന്ന് ഇവിടെ പഠനമായിട്ട് പിറ്റേന്ന് തന്നെ ഡോക്ടറെ കൊണ്ടുപോയി. ഡോക്ടർ ഇവരോട് പറഞ്ഞൊരു 4 വർഷം അയച്ചുള്ളൂ. അത് ഇന്നിപ്പോൾ 6 കൊല്ലം വരെ ഇരുന്ന് ജീവിച്ചു. അൽഹംദുലില്ലാ. ശരി. അന്ന് വീട്ടിലാരൊക്കെ? ഇപ്പോൾ മക്കള് എല്ലാവരും ഉണ്ട്. പക്ഷേ ഇപ്പം അമ്മമാരും ജാലും ബന്ധമില്ല. ഇല്ല. ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങളിലും എല്ലാവർക്കെല്ലാം കൊടുത്ത് തീർന്നു. പിന്നെ മക്കള് നോക്കിയില്ലേ? ഇല്ല. എത്ര മക്കളായിരുന്നു? 3 പെൺമക്കൾ. അതെ. ഭാര്യ ഹയാത്തിലുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ അവരുണ്ട്. തടകം ചെല്ലില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഓർക്കും നിങ്ങൾ വേണ്ടായിരുന്നോ? അവർക്ക് വേണ്ടാത്തതുകൊണ്ടല്ല, എന്നെ അവരെ ആങ്ങൾ പറഞ്ഞിട്ടില്ല. അവർക്ക് എന്നോട് ഇഷ്ടമല്ല. അതായത് നിങ്ങളുടെ അലിയന്മാർ. പിന്നെ ആരും തിരിഞ്ഞു നോക്കണ്ടായില്ല. പേര് പറഞ്ഞത് സാർ? മുഹമ്മദ് കാസിം. ഇരിക്കും.
അല്ല ഇരുന്നോ ഇരുന്നോ. ഞാനവിടെ ഒരു പള്ളിയിൽ ജോലിയായിരുന്നു ആ പെരുമാളാമ്പാറ. ആ അപ്പോൾ അവിടുത്തെ ഉസ്താദിൻ്റെ പള്ളിയാണത്. ഇവിടെ മക്കറിലും പഠിപ്പിക്കുന്ന ഉസ്താദാണ്. ആ അവിടെ പള്ളിപ്പണി തുടങ്ങുമ്പോൾ അവർ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഞാൻ ഇവിടെ ഹിമാമായിട്ട് ഇങ്ങനെ നിസ്കാരത്തിന് കാര്യത്തിനും കാര്യങ്ങളൊക്കെ. ശരിക്കും നാടെവിടെ? മലപ്പുറം ഒതുക്കുങ്ങൽ. ഒതുക്കുന്നില്ലേ? അത് ശരി. വീട്ടിലാരൊക്കെ ഉണ്ടാകും? വീട്ടിൽ പെങ്ങളും ഒരു ജ്യേഷ്ഠനുണ്ട്. വേറെ വേറെ താമസമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ കൂടുതലാണ്. ഇവിടെ 40 ആളുകളുടെ ഇടയിൽ വന്നപ്പോൾ എനിക്കൊരു വിഷമം, എങ്ങനെ ഇവിടുത്തെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നും പ്രശ്നമില്ല, നല്ല സന്തോഷമായി. ഒരു 40 ആളുള്ള ഒരു സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് പോലത്തെ ഒരു അനുഭൂതിയാണ്. കല്യാണം കഴിഞ്ഞില്ല? ഇല്ല, കല്യാണം കഴിച്ചില്ല. ഈ പറഞ്ഞ കുടുംബക്കാരൊന്നും ഇല്ല ഇപ്പോ? അത് അവര് ചെറിയ പരിയിലേക്ക് വാടകക്കൊക്കെ താമസിക്കുന്നത്. വീടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ കാരണം. സ്വന്തമായി വീടൊന്നുമില്ല. എന്ത് പേര്? അബൂബക്കറല്ലേ? വീടെവിടെ? കോട്ടയം. ആ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ട നമ്മള്? സഹോദരി ഇവിടെ എനിക്ക് കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട്. സഹോദരി കണ്ണൂരാ? ഓക്കെ. അവരുടെ മോളെ ഇവിടെയാണ് പഠിച്ചത്. ആ കൊച്ചിൻ്റെ വാക്കുകൾ ആരും പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ എത്തിയ? ശരി. ഒരു വരാറുണ്ടോ? ഇവർ വരാറുണ്ട്. സഹോദരി വന്ന് കാണാറുണ്ടോ? വീട്ടിൽ പിന്നെ ആരൊക്കെ? കല്യാണം കഴിഞ്ഞിട്ടില്ല? കഴിഞ്ഞു. മക്കളും അവർ വേറെ. ഭാര്യയും മക്കളും ഒരുമിച്ച്. അപ്പോൾ ഒരു നിങ്ങളെ കൂടെ ആക്കുമില്ലേ? ഇല്ല. അത് ശരി. അവരെ കാണണമെന്നില്ലേ? അതിപ്പോൾ ഞാൻ എന്നാ പറയാൻ? മക്കളെ കാണണമെന്നില്ലേ? കാണണമെന്നുണ്ട്. അതാ കാണിക്കും നമ്മള് കേട്ടോ. കോട്ടയത്തുനിന്ന് കൊണ്ടുവന്നാലേ? ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര ആവശ്യമായിരുന്നു. ഇവിടെ വന്ന് ടെൻഷൻ അടിച്ചിരിക്കും, ഇങ്ങനെ കുത്തി ചെയ്ത് ടെൻഷൻ അടിക്കുന്നു. പക്ഷെ ഒരു മുമ്പ് ആടിനൊക്കെ പോയിട്ട് തന്നെ ശീലമുള്ളതുകൊണ്ട് അതിനൊക്കെ കിട്ടിയപ്പോൾ മെല്ലെ മെല്ലെ റീക്കവർ. ആട്ടും കുട്ടികളൊക്കെ സ്വന്തം മക്കളെ പോലെയാണ്. ചെറിയ കാശാണ് അപ്പോൾ ഓടും. അതുകൊണ്ട് ഞമ്മക്കും നല്ല സുഖമാണ്. അവർ ആടിനൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നതാണെന്ന് ഞമ്മക്കും ഒരു സന്തോഷമാണ്. പേരെന്ന് പറഞ്ഞേ? അബ്ദുസലാം. സലാം കാ. എവിടെ നാട്? പൊന്നാനി. പൊന്നാനി? മലപ്പുറം പൊന്നാനി. എന്താണ്, എങ്ങനെയാ ഇവിടെ എത്തി? ഇവിടെ എത്തിയത് ഒരു പണിക്കായിട്ട് ഇവിടെ പള്ളിക്ക് വന്നതാണ്. അപ്പോൾ കാലുകൊണ്ട് വയ്യാതായപ്പം ഷുഗർ ഉണ്ടോ? ഇതുവരെ ഇവിടുന്ന് ഇതുവരെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പണിക്ക് വന്നപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു ഉറങ്ങാനേ ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ കൊണ്ട് മറ്റും നിർത്താതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ അപ്പൊ വീട്ടിലാരൊക്കെയാ? വീട്ടില് 4 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മായിമുണ്ട്, വേറെ ആരുമില്ല. പണിയെടുക്കാൻ വയ്യാതായപ്പോൾ അവർക്കൊന്നും വേണ്ടാതായപ്പോൾ പിന്നെ ഞാൻ ഒരു പണി തന്നെ വെച്ചിറങ്ങിയതാണ്. മക്കളൊന്നും ആർക്കും വേണ്ട. നമ്മളെ എത്ര മക്കളുണ്ട്? 3 ആണും 1 പെണ്ണും. ഒരു പെണ്ണ് ആണല്ലേ? അപ്പോ ഒരു എത്ര വയസ്സുണ്ടാവും ഇപ്പൊ? മൂത്ത മോനക്ക് 22 വയസ്സ് കഴിഞ്ഞു ആയിക്കണല്ലേ? അപ്പൊ എന്താ ചെയ്യണം നിങ്ങൾക്ക് അറിയോ? 3 ആളും പണിക്ക് പോകുന്നുണ്ട്. മലപ്പുറം പൊന്നാനി. മോള് കോളേജിൽ പഠിച്ച സീറ്റ് കിട്ടാതെ എങ്ങനെ പോയി സംസാരിച്ച് സീറ്റൊക്കെ എല്ലാം റെഡിയാക്കി. ഇപ്പോൾ 2 കൊല്ലത്തിന് മുമ്പ് വരെ മോളെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പൈസ കഴിച്ചു. ഇപ്പം പിന്നെ ആരും വിളിക്കലില്ല, സംസാരിക്കലില്ല. ഒരു വ്യവസ്ഥയാണ് ഇപ്പം നമ്മളെ നോക്കുന്നത്. ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ഇത് കാണും, ഇത് നോക്കിക്കോ. മലപ്പുറം, ഞാൻ പറയട്ടെ, മലപ്പുറം എന്നുള്ളൊരു നാടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വരെയിലെത്തും. മലപ്പുറത്ത് നീ നോക്കിക്കോ എത്ര കോള വരാൻ പോണേന്ന്.
ഞാൻ വെറുതെ പറയല്ല എഴുതിട്ടോ അല്ല മനസ്സിലായി. പക്ഷെ നോക്കിക്കോ, ഇത് മലപ്പുറക്കാര് എനിക്കറിയാം, പേഴ്സണലി അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇത് ഓരോന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാളെ കാര്യം. ഇത് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വിളി വരും എനിക്ക്, ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ വിളിക്കും. അപ്പൊ നമുക്ക് ശരിയാക്കാം കേട്ടോ, നിങ്ങൾക്ക് അറിയണ്ട. പിന്നെ ഇത് ഉസ്താദുണ്ട്, ഇവിടെ എത്ര ആൾക്കാരുണ്ട്, ഒരു കുടുംബം തന്നെയല്ലേ നമ്മളൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അവര് 10-22 കൊല്ലം. ഒരാളും വിടാതെ മിഠായിക്ക് പോലും വിടാതെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി നോക്കിയിരുന്നാണ്. സെറ്റാക്കും, ലോൺ വരെ. ഓക്കെ, ഈ വീഡിയോ നമ്മൾ എത്തിക്കും, എല്ലാവരിലും എത്തിക്കും. വേറെ ആളെ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. പേരെന്താ? മുഹമ്മദ് സാദിഖ. ഷാക്കിർ ചെറുപ്പത്തിൽ എന്തോ ഒരു ഓപ്പറേഷനിൽ ഡോക്ടർമാർക്കാരെന്തോ പറ്റിപ്പോയെന്ന് പറയുന്നു. പിന്നെ അതിന് ശേഷം കീഴ്ത്താടിക്ക് തീരെ വരാൻ കിട്ടൂല. ഒരു സൈക്കാട്രി പേഷ്യൻ്റായി മാറി. ചില സമയം സ്വന്തം തലക്കന്നെ പിന്നെ ആഞ്ഞടിക്കുന്ന കണ്ടീഷനിലേക്ക് ആളെന്നാണ്. കുറച്ച് വയലൻ്റാണ് ആൾ. സ്വന്തമായിട്ട് എണീക്കാൻ ഇതാക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തോ നുമ്മർക്കാം. ഒരു ബിസിനസ് തകർന്നിട്ട് അതിൽ മൈൻഡ് ഡിസോർഡർ ആയിപ്പോയതാണ്. നല്ല കച്ചവടവും മരക്കച്ചവടവും കാര്യങ്ങളായിട്ട് നല്ല സ്ഥലത്തുണ്ടായതാണ്. അവിടുന്ന് എൻ്റെ ഭാര്യ മക്കളൊക്കെ ഒഴിവാക്കിയിട്ട് പോയി. ഉമ്മ ഉണ്ടായിരുന്നു, കുറേ വർഷം ഉമ്മ എന്നെ നോക്കി. ഉമ്മ മരിച്ചപ്പം പിന്നെ ആരുമില്ല. അങ്ങനെ ഇങ്ങനെ അലഞ്ഞ് നടക്കലായിരുന്നു. വീടൊക്കെ പൊളിഞ്ഞ് വീണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ നടക്കുന്ന സമയത്ത് റോഡിൽ നടക്കാൻ ഏതോ വണ്ടി വന്ന് അടിച്ചിട്ടിട്ട് നിർത്താതെ പോയെന്നാണ്. ബ്ലഡ് കുളിച്ച് കിടക്കുന്നിട്ട് ആരോ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പരിഹാരം കൊണ്ടാക്കിയത്. അവിടുന്ന് അമ്മ ഏറ്റെടുക്കണം. ഇത് ഗണേശേട്ടാ. ഗണേശേട്ടന് ഇതുപോലെ തന്നെ. ഗണേശേട്ടാ അങ്ങോട്ട് ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞ അങ്ങോട്ട്. നിങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടാവും. പേപ്പറിൽ കൊടുക്കണ്ടേ നമുക്ക്? ഗണേശേട്ടൻ ഷൊർണൂർകാരനാണ്. ഷൊർണൂർ എവിടെ വയ്ക്കുന്ന? എവിടെ? ഗണേഷ്ഗിരിയോ? നമ്മൾ വാടകയ്ക്കാ താമസിക്കും. മോളുണ്ട് വാടകയ്ക്കാ താമസിക്കും. ഇവര് കുറെ വർഷം തലശ്ശേരിയില് ഫാമില് അന്ന് പ്രായമാകുന്നവരെ അങ്ങനെ വർക്ക് ചെയ്തു. അവസാനം പ്രായമായി മക്കളോട് കൂട്ടാൻ പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു നമുക്ക് നോക്കാൻ കഴിയൂല. എന്നിട്ട് മുപ്പരിക്ക് അവിടുന്ന് ലാസ്റ്റ് കിട്ടിയ ക്യാഷ് എടുത്തിട്ട് അതിന് കുറച്ച് ലോട്ടറി വാങ്ങി. കണ്ണൊന്നും തീരെ കാണൂലായിരുന്നു, തിമിരം കയറിയിട്ട്. അങ്ങനെയൊക്കെയോ തപ്പി തലശ്ശേരി എങ്ങനെയാ പിലാത്തറ എത്തിയെന്ന് പറയാൻ പറ്റൂല. പിലാത്തറ എത്തി അവിടെ നിന്ന് ഇങ്ങനെ തപ്പി ഒരു മതിലിൻ്റെ അടിയിൽ വഴിയുണ്ട് എന്ന് കരുതിയിട്ട് കയറിയതാണ്. അപ്പോൾ ഒരു പോസ്റ്റ് ബേക്കിലുണ്ടായി. അതിൻ്റെ അടിയിലായിട്ട് ആള് ഇറങ്ങിപ്പോയി. കരച്ചിൽ കേട്ടിട്ട് നാട്ടുകാർ പോയി നോക്കി. അവർ പോലീസിനെ അവര് നമ്മളെ ബന്ധപ്പെട്ടിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. കൊണ്ടുവരുമ്പോൾ കാലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. അതൊക്കെ പോലൊക്കെ ഫുള്ള് പുഴുക്കളായിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. ഫോട്ടോ ഉണ്ട്, പോകുന്നുണ്ട് നോക്കട്ടെ. എടുക്കുന്ന സമയത്ത് ഉണ്ടായ കണ്ടീഷനിലെ ഇതാണ് ഇവരെ കൊണ്ടുവരുന്നതിന്റെ തൊട്ട് മുന്നുള്ള അവസ്ഥ കേട്ടോ. ഉണ്ടോ? എന്തല്ലേ? ഞാനോ? ഞാൻ തൃശ്ശൂരാ. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണ് താമസിപ്പിക്കുന്നത്. കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളവരെ താമസിപ്പിക്കുന്നത്. വണ്ടി വരുന്നുണ്ട്. എന്താണ് എന്ത് വിശേഷം? പേരെന്താ? നൂറുദ്ദീൻ. നാടെവിടെ? എറണാകുളം. എറണാകുളത്ത് എവിടെ? പതിനാലുവട്ടം. ജനിച്ചു വളർന്ന നാടെന്നേ ഉള്ളൂ. കാരണം ചെറുപ്പത്തിലെ ഉപ്പിമ്മേലും മരണപ്പെട്ട് പിന്നെ കാസർഗോഡ് ഭാഗത്ത് ഹോട്ടലിലൊക്കെയാണ് കുറേ വർഷം ജോലി ചെയ്തുകൊണ്ടുണ്ടായത്. മക്കള് ശരിയില്ല. എവിടെ നാട്? ഞാൻ കാസർഗോഡ് കുറേ കാലം ഉണ്ടായിരുന്നു. 4 കൊല്ലം.
കാസർഗോഡ് എവിടെ? ചൂരി. ചൂര്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠനുണ്ട്. പിന്നെ ഒരു ഗൾഫിന്, പിന്നെ ഗൾഫിൽ നിന്ന് നിങ്ങൾ പ്രവാസിയായിരുന്നോ? എല്ലാ പ്രവാസം ഗൾഫിന് എൻ്റെ ജ്യേഷ്ഠൻ തൊഴിലായിട്ട് നാട്ടിലേക്ക് വന്നു. അബ്ദുൽ അസീസ്. അപ്പോൾ എവിടെ നാട്? സ്വന്തം നാട് കോഴിക്കോട്. കോഴിക്കോട്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് ടൗണിൽ തന്നെ. അരിയെടുത്ത് പാലത്തിൻ്റെ അവിടെ? ഇങ്ങനത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നേരെ പിൻവശം ആണ്. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെ? ഇവിടെ എങ്ങനെ എത്തിയ? ഇവിടെ എങ്ങനെ എത്തിയെച്ചാൽ ഇവിടെ മാട്ടൂല് കല്യാണം കഴിച്ചിട്ടുണ്ട്. മാട്ടൂരിൽ നിന്ന് കല്യാണം കഴിച്ചു? എൻ്റെ പെങ്ങൾ പണ്ട് പെങ്ങളെ ഭർത്താവ് പയങ്ങാടി. പയങ്ങാടിയോ? ഈ കുഞ്ഞങ്ങാടി പയങ്ങാടി മനസ്സിലായി. അവിടെയാണ് ബീച്ച് റോഡിൽ താമസിക്കുന്നത്. അവിടെ വീട് താമസിക്കുന്നത്. അപ്പോൾ അവിടെ പെങ്ങളൂടെ ഞാൻ പെങ്ങളൂടെ നല്ലതിൽ കഴിഞ്ഞു. പിന്നെ കുറച്ച് നാൾ പെട്ടെന്ന് മാനസികമായിട്ട് എൻ്റെ ശരീരത്തിൽ എൻ്റെ കുടുംബക്കാരും എല്ലാവരും എന്നെ കൈവിട്ടു. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ പോയി ശ്രമിച്ചു. എൻ്റെ ഭയങ്കര ബേജാരി. അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലം അങ്ങോട്ട് എത്തിപ്പെട്ടു. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം മരുന്നും കാര്യം കഴിക്കും. ഉഷാറാണല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. കാണുന്നത് പക്ഷെ മനസ്സിനൊരു എന്തിനു ടെൻഷൻ? ടെൻഷൻ ഉണ്ടോ? ഇവര് കൂടെ ടെൻഷൻ അത്ര ടെൻഷൻ ഒരു ബേജാറും വേണ്ട. അതുണ്ടോ ഇവിടെ നിങ്ങളെ രണ്ടുപോലെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഇവർ രണ്ടാളും. പിന്നെ എനിക്ക് സുഖമില്ല. ഒരു പൈസൻ്റെ ട്രബിൾ കുറേ നാളെ പൈസ ഇപ്പോഴും ഉണ്ടോ? അത് ട്രബിൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുണ്ട്. ഓപ്പറേഷൻ വരവാണ് മരുന്ന് കഴിക്കണ്ടായില്ലേ? മരുന്ന് കഴിക്കുന്നു. അപ്പൊ ഈ ചിക്കനൊന്നും കഴിക്കണ്ട കേട്ടാ. ഇല്ല, അതിപ്പോ കുറേ മുട്ട ഒന്നും കഴിക്കല്ലേ? കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നതിന് പച്ചക്കറി ചോറ് മാത്രം നമുക്ക് നോക്കാം. നമുക്ക് ഈ പൈൽസിന്റെ അല്ലേ അല്ല, ഇവർക്ക് ചെറുങ്ങനെ എന്തെങ്കിലും പനി വന്നാൽ തന്നെ ടെൻഷൻ കയറി എപ്പോഴും ഇങ്ങനെ ഭയങ്കര ചിന്ത വന്നു. ഓവർ തിങ്കിങ് ആൾ ഉഷാറാണ്. ഒരു പ്രശ്നമില്ല, അൽഹംദുലില്ലാ. വെറുതെ ചിന്തിച്ച് കൂട്ടാണ്. നിങ്ങളെ ഈ പ്രായത്തിലുള്ളവർ എത്ര എണീച്ച് നടക്കാൻ പോലും കഴിയാതെ എനിക്ക് ഞാൻ അപ്പോഴാണ് പറയാം, എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ വല്യപ്പാൻ്റെ അതേ ഫീസ് കേട്ടാ. ഞാൻ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ നിന്നുപോയി. അതെന്താ കാര്യത്തിലില്ല. എൻ്റെ പൈസ അതാണ് എനിക്ക് പെട്ടെന്ന് വേറെ രീതിയിൽ കണക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കമ്പിലി അവിടെ ശേലേരി മുക്കൊക്കെ അടുത്തല്ലേ? എന്നിട്ട് അവിടെ എന്താ ഇവനെ ലുലുവില് വർക്ക് ചെയ്തോണ്ടുണ്ടായിരുന്നു. ലുലുവിലോ? ഫാമിലി ഉണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ചെറിയ 2 മക്കളുണ്ട്. പക്ഷെ അവരിവിടെ ഇങ്ങോട്ടേക്ക് ഒഴിവാക്കി. ഇസ്ലാമിൽ ഫസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് 6 വർഷത്തോളം ഭാര്യ മാക്സിമം നോക്കി. പക്ഷെ നോക്കാന്നില്ല എന്നപ്പോൾ ഫസ്റ്റ് ചെയ്തിട്ട് പോയി. അപ്പം വല്ലപ്പോഴും ചെറിയ മക്കളാണ്. ലുലുവിലുണ്ടായിരുന്നില്ലേ? എത്ര കാലം? അതിന് മുന്നേ പ്രവാസിയായിരുന്നു? മുന്നേ പ്രവാസിയാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും യൂസഫ് അലീനെ. പേപ്പറിൽ ഫോട്ടോല്ലാം കണ്ട് എടുത്തിട്ട് വരും. നമ്മളെ ബോസാണ്. ആണോ യൂസഫ് അലിക്ക? നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാഫ് ഇത് എവിടെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അവരുണ്ട്, സ്നേഹഭവനിലാണ്. അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോകളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട്, നിങ്ങളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 5 വർഷമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ അവരോട്? വർക്ക് ചെയ്തതാണ് ലുലുവിൽ. നമ്മളെ സ്ഥാപനത്തിൽ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ടെൻഷൻ വന്നു പോയി. നിങ്ങൾ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടി. ഈ അൾസറിൻ്റെ സൂക്കട്ടുണ്ടായിരുന്നു. അൾസറിൻ്റെ അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. എൻ്റെ ഉമ്മ ഇവനെ നോക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവനിക്കറിയാം അവൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ഇവനെ കെയർ ചെയ്യാനാവുന്നില്ല. അതുകൊണ്ടാണ് ഇവനെ നമ്മൾ ഏറ്റെടുത്തത്. സ്വന്തം
തിരിച്ചറിവുണ്ട് എന്താണ് ഉണ്ട്. പണി എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഒരു മടിയുമില്ല. ഇപ്പം നമുക്കിപ്പോൾ ക്ലീൻ ആക്കാണെങ്കിലും മറ്റൊക്കെ ഇപ്പോൾ സ്റ്റാഫ് ഇല്ലെങ്കിലൊക്കെ എന്തിനും നാസറിന് ഒറ്റ വിളിയെ വേണ്ട. എല്ലാ കാര്യങ്ങൾക്കും നമ്മളോട് ഒന്ന് ഓടിച്ചെത്തും ചെയ്യും. പക്ഷേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ടെൻഷനായിരിക്കും. അപ്പോൾ കേൾക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ പാവം പലപ്പോഴും നമ്മളെ വിളിക്കും, കരയും, ഇതൊക്കെ ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. എന്നാലും അല്ലെന്നില്ല കുറേ ഭാഗം ഓക്കെ ആയി, ബാക്കി കൂടെ ഓക്കെ ആവും. അത് വന്നാറൊക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം കുറേ ശരി ഒരു അങ്ങനെ സാധനം എനിക്ക് ചെറിയൊരു മോളാണുള്ള, ഒരു ഭാര്യയും രോഗിയാണ്. മോള് എത്ര 10ാം ക്ലാസ് പഠിക്കുന്നത് അല്ലേ? 10ാം ക്ലാസ് പഠിക്കുന്ന മോളാണ്. രണ്ടാളും കെയർ ചെയ്ത് ഇതിട്ട് വേണം മോക്ക് സ്കൂളും മറ്റും പോകാൻ വേണ്ടി. രണ്ടാളും നോക്കള് ചെറിയ മോളല്ലേ, ബുദ്ധിമുട്ടാണ്ട് ഫാമിലി കുറേ തവണ നമ്മളെ ബന്ധപ്പെട്ടു. അതിനും പറ്റൂല പറഞ്ഞാൽ നമുക്ക് സ്പേസിൽ ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴടുത്ത് ഒരു എത്ര ആഴ്ച 2 ആഴ്ച കൊണ്ട് നമ്മൾ എടുത്ത ഒരാൾ മരണപ്പെട്ടു. അപ്പം അങ്ങനെയാണ് ഇവരെ എടുക്കാൻ പറ്റിച്ച് വീണ്ടും വിളിച്ചവർ. പിന്നെ ആ ചെറിയ മോളെ വിചാരിച്ചിട്ട് റമ്മിട്ടൊക്കെ എടുത്ത മറ്റു ഫാമിലിയൊക്കെ ഉണ്ട്. 2 കല്യാണം കഴിച്ചു. ആദ്യത്തെ ഭാര്യ മരിച്ചപ്പോൾ ആണ് രണ്ടാമത് ഒരു കല്യാണം കഴിച്ചല്ലേ. അപ്പോൾ അടുത്ത മക്കൾ ഏറ്റെടുക്കാൻ നോക്കാൻ തയ്യാറാകുന്നില്ല. നമ്മളെ സ്വന്തം സ്ഥാപനത്തിലെ ആദ്യത്തെ മെമ്പറാണ് അല്ല അച്ചപ്പോ. ടാറ്റയൊക്കെ നമ്മളടുത്തെ സ്ഥാപനത്തിലെ ആദ്യത്തെ മെമ്പറാണ്. അച്ചപ്പൂൻ്റെ ഉമ്മ ആദ്യം ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. ഉപ്പ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഏറ്റവും സെറ്റ് ചെയ്തിട്ട് ഉപ്പ തന്നെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. അവിടെ പുറത്ത് പോകുമ്പോൾ ഒക്കെ കൂട്ടി പുറത്ത് പോയി ഹോട്ടലിൽ പോവുക, ഫുഡ് വാങ്ങിക്കൊടുക്കുക. പക്ഷെ ഇപ്പം മരിച്ചതിന് ശേഷം പിന്നെ കാര്യം നോക്കാൻ ആരുമില്ലാത്ത കണ്ടീഷനായി. ഞാൻ ആ ചെപ്പൂനെ നമ്മളെ ചെപ്പോ പോന്നാ വെറുപ്പിൽ പോന്നാ പോയിക്കോ. ബിരിയാണി കിട്ടോ വേണ്ടേ? ബിരിയാണി കായ്ക്കോല കായാണ്. ആരെങ്കിലും ഇവിടെ പഴം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് അത് തീരുന്നവരെ ഭയങ്കര സമാധാനം ഉണ്ടാവും. പണ്ട് ഭൂകമ്പം ഉണ്ടായിട്ടില്ലേ, അതിലൊക്കെ പെട്ടുവനാണ്. ഒരുപാട് അനുഭവങ്ങളുടെ സമ്പത്തുണ്ട് അല്ലേ? കറക്റ്റ് കിട്ടിയിട്ട് കയറില്ലേ മൂപ്പര് ഇങ്ങനെയായിരുന്നു അല്ലേ? ഇവിടെ ചില ഞാൻ പറഞ്ഞതരോ ഓരോ വ്യക്തികളെയും ഇപ്പോൾ ഇരിക്കുന്ന ഒരു കണ്ടീഷനിലായിരുന്നില്ല അവരെ കയ്യിൽ കിട്ടുന്ന സമയത്ത്. അത് ഉസ്താദ് ഒരു ഫോട്ടോ കാണിച്ചു തരുമ്പോൾ തന്നെ നമുക്ക് ഇടങ്ങേറാവും കണ്ടിട്ട്. ഇതായിരുന്നു കാണാനുണ്ടാവും അദ്ദേഹത്തെ കൊണ്ടുവരുന്ന സമയത്തുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ അങ്ങനെയാണ് നിൽക്കുന്നത്. സിർലാജിന്റെ ഉപ്പ ചെറുപ്പത്തിൽ ഒഴിവാക്കിയിട്ട് പോയതാണ്. ഉമ്മ തന്നെ കഷ്ടപ്പെട്ട് പോറ്റി 10-18 വയസ്സായിരുന്നു ലൈസൻസ് ആക്കിയിട്ട് പിക്കപ്പ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തത്. അപ്പോൾ ഒരു ന്യൂ ഇയറിൻ്റെ അന്ന് നാട്ടിലെ ചെറുപ്പക്കാരനും കൂടി ട്രിപ്പ് വിളിച്ചിട്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോയത്. അവിടുന്ന് എന്തോ ഇവൻ്റെ ഫാൾട്ടാണോ അവരെ ഫാൾട്ടാണോ അറിയില്ല. പിന്നെ അവരെന്തോ സീനാക്കി അവരോടി. ബൈക്കിൽ വന്ന് നാട്ടുകാർക്ക് കൈമ കിട്ടിയത് വേണം അടിച്ചിട്ട് തലയൊക്കെ പൊളന്ന് അങ്ങനെ വയറ്റിനൊക്കെ കുത്തി. ജീവൻ കിട്ടിയെന്ന് മാത്രം. മെൻ്റലി ഫുള്ള് ഡിസോർഡറായി അറിയാതെ വസ്ത്രത്തിലൊക്കെ പോകുന്ന അവസ്ഥയിൽ മോനിങ്ങനെ മെൻ്റലെ പോലെ ഇങ്ങനെ നാട്ടിൽ നടക്കുന്നുണ്ട്. ടെൻഷനായിട്ട് എത്ര 19-20 ചെറിയ പ്രായത്തിലാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇപ്പോൾ എത്രയായല്ലോ. ഇങ്ങനെ പിള്ളേർ ശരിക്കും മനസ്സിലാക്കുന്ന വിഷയമാണ്. കാരണം ഈ അലമ്പിനെ അല്ലേ ജോലിയടിക്കാൻ എന്റർടൈൻമെന്റ് ശരിക്കും മനസ്സിലാക്കണം. കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത ഇപ്പൊ ഒന്നുമില്ല. ചങ്ങായിമാർ ഒരാൾ ഇവനെ തിരിഞ്ഞു നോക്കുന്നില്ല. ആർക്കും വേണ്ടാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് കേസുമാർ ഇപ്പോൾ 3-4 ദിവസം ICUലായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പ് വരെ ICUല് വല്ലാത്ത ക്രിട്ടിക്കലായിരുന്നു. അതാണ് പിന്നെ അത് നോർമലായിട്ട് വന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേസുമാരളവും അറിയാതെ
ടൂറിനൊക്കെ പാസ് പക്ഷെ എന്നാലും നല്ല മോനാ ഉഷാറാണ് ഇപ്പം എൻ്റെ ഏകദേശം ഒരു 30. ബഷീർക്കല്ലേ ബഷീർക്ക ശരിക്കാ എവിടെ നാട് വീട്ടിലാരൊക്കെ ഉണ്ട് ഒന്നുമില്ല ഇവരെ ചെറുപ്പത്തിലേ നാട് വിട്ട് ഇങ്ങനെ എന്താ പറയല്ലേ ദർവേഷായി നടന്ന ആളാണ് പല സ്ഥലങ്ങളിൽ കിട്ടുന്ന പണികളൊക്കെ എടുത്തിട്ട് എല്ലാവരും മരിച്ചു ഉപ്പയും ഉമ്മയും ഉത്താക്കന്മാർക്കുണ്ടായിരുന്നു എല്ലാം മരിച്ചു ഒരു മംഗലാപുരം ഭാഗത്തായിരുന്നു കുറേ വർഷം ആടെ ജോലി ചെയ്ത് കൈക്കോട്ട് പണി അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് ജീവിച്ചു. പിന്നെ അതിനൊന്നും പറ്റാതായപ്പോൾ ചെറുവത്തൂര് നിന്നിട്ട് ആക്രി വർക്ക് ചെയ്തിട്ട് ജീവിച്ചു 7 വർഷത്തോളം. അവിടുന്ന് ലോക്ക്ഡൗണിന്റെ സമയത്താണ് പിന്നെ അതുമില്ല ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാതെ കൈപ്പറമ്പെന്ന് നമ്മൾ കൂട്ടുന്നത്. ലൈഫിന്റെ നല്ലൊരു ഭാഗം യാത്ര ചെയ്തും കാര്യങ്ങളും ജീവിച്ചു. ദുനിയാവിൽ കണ്ടു. എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാല് എവിടെ നാളെ ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്, ഞാൻ അവിടെ ഇന്നാലത്ത് വന്നിട്ടുണ്ട്, കറക്റ്റ് പറയും. ഇവിടുത്തെ കൂട്ടി കൊണ്ടുവന്നു വിളിക്കലേ നമ്മള് കന്നഡ ഇവരെ മറ്റേ ഉടുപ്പിയില് ഉണ്ട്. ഇപ്പൊ ഇവരെ ഫാമിലിനെ ഇപ്പൊ അൽഹംദുലില്ലാ ഫാമിലിനെ കണ്ടു ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാവും. കന്നഡ കുത്തില്ല പറയണേ കന്നഡ ചോദിച്ചിട്ട് നമുക്ക് ആദ്യം ഒക്കെ ഒരു ഭാര്യ പറഞ്ഞു. പിന്നെ അതിൽ ബന്ധപ്പെട്ടപ്പോ ഒരു നിലയിൽ നോക്കാൻ പറ്റൂല. ഇൻകേസ് ആള് എന്താണെങ്കിൽ ജീവനുള്ളപ്പോ വേണ്ടാത്ത പിന്നെ എന്തിനു മരിച്ചിട്ട് പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോഴേക്ക് ഇവർക്ക് രണ്ടാമത് വേറൊരു ഭാര്യയുണ്ട്, അതില് കുറെ കുട്ടികളൊക്കെയാണ്. അവരെ നമ്മൾ ബന്ധപ്പെട്ടു, നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പൊ അവരെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കളാണ് അവരേറ്റെടുക്കുമായിരിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ സ്ഥാപനം ഒരിക്കലും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ഈ ഇരിക്കുന്ന പലരും. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു മോൻ്റെ പിറന്നാളാണ്, കുഞ്ഞുമോൻ്റെ. ഓരോ പിറന്നാൾ ഇന്ന് ഇവരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതാണ് കുഞ്ഞുമോന് വരുന്നത്. കേട്ടോ, ഈ ഫാമിലിയാണ്. അപ്പോൾ അത് വലിയൊരു സംഭവമായി തോന്നി അല്ലേ. അത് ഇവരുടെ കൂടെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര സംഭവമായി. അത്രയും കേക്ക് കട്ടിങ്ങും പരിപാടി കണ്ടോ, ഭക്ഷണമൊക്കെ സെറ്റാക്കി കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, മാഷാ അല്ലാഹ്. കണ്ടോ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അവർക്ക് ഇവരുടെ കൂടെ നിൽക്കുക, അവരോട് സ്പെൻഡ് ചെയ്യുക. മാഷാ അല്ലാഹ്. എല്ലാവരും എന്നത് കുഞ്ഞുമോളുടെ ബ്രദറാട്ടോ പിറന്നാള്. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മള് ബിരിയാണി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി ആ കുഞ്ഞുമോൻ്റെ അപ്പോൾ കുഞ്ഞുമോൻ്റെ കേക്ക് കട്ടിങ് പരിപാടിയും കാര്യങ്ങളുണ്ട്. എന്താ ചിരി, കുഞ്ഞുമോൻ്റെ കേക്ക് കട്ടിങ് മുപ്പത് ഒരേ ചിരി. എൻ്റെ പേര് മിഥില ജമാനി. ഞാൻ അൽമഖർ സ്നേഹഭവൻ്റെ മാനേജറാണ്. അൽഹംദുലില്ലാ. സ്നേഹഭവൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരുപാട് വൃദ്ധസദനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മക്കൾ അവരുടെ രക്ഷിതാക്കളെ കൊണ്ടാക്കുന്ന ഒരു സ്ഥാപനമല്ല സ്നേഹഭവൻ കൊണ്ട് അൽമഖർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംരക്ഷിക്കാൻ ആരും ഇല്ലാതെ തെരുവിലകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ,
അങ്ങനെയൊക്കെയുള്ള തെരുവിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെയുള്ള ആളുകളെയാണ് നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നത്. അവർക്ക് ഫാമിലിയോ കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി എന്തുകൊണ്ടാണ് അവരുടെ രക്ഷിതാക്കളെ കുടുംബക്കാരെ സംരക്ഷിക്കാത്തത്, അതിൻ്റെ കാരണം മനസ്സിലാക്കി സാമ്പത്തികമായ ബുദ്ധിമുട്ടോ ചികിത്സിക്കാനുള്ള പ്രയാസമാണെങ്കിൽ അതിനുള്ള വഴികളും അവസരങ്ങളും നമ്മൾ തന്നെ ഒരുക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ മാക്സിമം കുടുംബത്തെ കൊണ്ട് തന്നെ അവരെ സംരക്ഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഒരു നിലയിലും അവർ ഏറ്റെടുക്കുന്നില്ല. ഇനി നമ്മൾ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് നോക്കിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് നല്ലൊരു ജീവിതം കിട്ടൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ നിർബന്ധിക്കാൻ നിൽക്കില്ല. അവർക്ക് ഏറ്റവും നമ്മളെ കൊണ്ട് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സംരക്ഷണം അവർക്ക് ഇവിടെ നൽകുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. ഇതുവരെയായിട്ട് 350ഓളം ആളുകളെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ഥാപനം തുടങ്ങിയിട്ട് 7 വർഷമായി. സ്ഥാപനം റൺ ചെയ്യുന്നത് അൽമക്കറി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കീഴിലാണ്. കേരളത്തിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു ചിത്താരി KP ഹംസ മുസ്ലിയാർ. അവർ ഏകദേശം ഒരു 35 വർഷം മുമ്പ് ഒന്നും അല്ലാതെ മനുഷ്യന്മാർ പോലും കടന്ന് വരാൻ മടിച്ചിരുന്ന ഒരു നാടാണ് ഈ നാടുകാണി എന്നുള്ളത്. അങ്ങനെയുള്ള ഈ സ്ഥലത്താണ് ഇവരോടൊക്കെ ഫാമിലിനോടൊക്കെ ചോദിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള കൊള്ളക്കാരും മറ്റൊക്കെ അഴിഞ്ഞാടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. അങ്ങനെയുള്ള ഈ നാട്ടിനെയാണ് എടുത്തിട്ട് ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിരുന്നെന്നാലും ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പാവപ്പെട്ട സംരക്ഷിക്കാൻ ആളില്ലാത്ത ഇപ്പോൾ മരണപ്പെട്ടു പോയ കുട്ടികൾ, അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികൾ, അവരൊക്കെ ഏറ്റെടുത്തിട്ട് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും ഒക്കെയും നൽകി അവരെ കല്യാണം വരെ കഴിപ്പിച്ച് വിടുന്ന ഒരു സ്ഥാപനമാണ് അൽമക്കറി എന്നുള്ളത്. അതുമാത്രമല്ല ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് അൽമക്കറി എന്നുള്ളത്. അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഈ സ്നേഹഭവൻ എന്നുള്ളത്. അഥവാ സംരക്ഷിക്കാൻ ആരും ഇല്ലാതെ തെരുവിലും മറ്റും കഴിയുന്നവർ, അവർ തെരുവിൽ കിടന്ന് ചികിത്സ കിട്ടാതെ നരകിച്ച് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് നല്ല ചികിത്സ കിട്ടണം, നല്ല ഭക്ഷണം കിട്ടണം, അറ്റ്ലീസ്റ്റ് നല്ല രൂപത്തിൽ മരിക്കാനെങ്കിലും ഒരു അവസരം അവർക്ക് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതുവരെയായിട്ട് 350ഓളം ആളുകളെ നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിൽ ഏകദേശം 28ഓളം ആളുകളെ അവരെ ഫാമിലിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ ഏകദേശം നമ്മുടെ സ്ഥാപനത്തിൽ ഇൻമേറ്റ്സായിട്ട് വന്ന് വളരെ അവശരായിട്ട് വന്നതാണ്. ഇവിടുന്ന് ട്രീറ്റ് ചെയ്ത് ഓക്കെ ആയി ഇപ്പോൾ 12 ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ. അവരൊക്കെ ലീവ് കിട്ടുമ്പോൾ അവർക്ക് പോകാൻ വീടോ മറ്റോ ഇല്ല. അപ്പോൾ അവരുടെ ഒരു തറവാട് എന്നുള്ള നിലയിൽ ഇൻ കേസ് ഒരു അസുഖം ആയിക്കഴിഞ്ഞാൽ അവരൊരു വീട് പോലെ ഏത് സമയത്തും അവർക്ക് കയറി വരാനുള്ള ഒരിടാണ് ഇത്. ഏകദേശം അൽമക്കറി സ്നേഹഭവൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമാകാം. ഈ 7 വർഷത്തിൻ്റെ ഇടയിലാണ് ഇത്ര ആളുകൾ നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. പക്ഷേ ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയിട്ട് ഇപ്പോൾ 1.5 വർഷമായുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെ നടന്നു പോകുന്നത്? കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലെത്തി ഇതുപോലെ. കാരണം ഇവിടേക്ക് അറിഞ്ഞു വരുന്ന ആളുകൾ ഇവർക്കുള്ള ഭക്ഷണമായിട്ടും ഒക്കെ ഇപ്പം വന്നില്ലേ ഒരു ബർത്ത്ഡേ. അപ്പോൾ അവരുടെ സന്തോഷങ്ങളിലും ഒക്കെയും അവർ ആലോചിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സൊസൈറ്റീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഭയങ്കര താല്പര്യം കാണിക്കും. അതുപോലെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവരെ കെയർ ചെയ്യാൻ ബർത്ത്ഡേ ആയിട്ടും മറ്റൊക്കെ ഡൊണേറ്റ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ മാസം നമുക്ക് അവരെ കെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാതെ വേറെ ഇതിന് സെപ്പറേറ്റ് ഒന്നും ഇല്ല. ശരിക്കും ഇത് പൂർണ്ണമായും ഒരു ധർമ്മസ്ഥാപനം എന്നുള്ളതാണ്. മതിയാവില്ല. അഥവാ ഇവരെ ട്രീറ്റ്മെന്റിനൊക്കെ നല്ലൊരു എമൗണ്ട് വരും. അതാണ് മെയിനായിട്ട് വരുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഒരു കാരണം. പ്രതീക്ഷിക്കാൻ പറ്റില്ല പല പല രോഗങ്ങളാണ്, അതായത് അസുഖങ്ങൾ ചെയ്യാൻ പറ്റൂല. പറഞ്ഞിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല, കാലിന് പഴുപ്പ് വന്നെന്ന് പറഞ്ഞ ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരെ അടുത്ത് വരുമ്പോൾ തന്നെ ഇവർ ഷൗട്ട് ചെയ്യും. ഡോക്ടർമാർ ഓടാണ്, കാരണം അവർക്ക് ഡ്രസ്സ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം അവർ മെൻ്റലി പ്രശ്നമാണ്. അതുപോലെ തന്നെ വലിയ ബൗണ്ടായിട്ട് പിന്നെ ഫുള്ള് പുഴുവരിച്ച കണ്ടീഷനിൽ ഫോട്ടോ കണ്ടു. ഭയങ്കര കണ്ടീഷന് ഡോക്ടർമാർ കാലൊക്കെ മുറിച്ച് ഒഴിവാക്കലല്ലാതെ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണത്. പറഞ്ഞാൽ മുറിക്കേണ്ട സാറേ, അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ടല്ലോ,
നടക്കുന്നത്ര നടക്കാതെ ഇപ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങി. ഇപ്പോൾ സാധാ 30 വർഷങ്ങൾക്ക് മുകളിലായി നേരം നടന്നിട്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉഷാറായിട്ട് ഇവിടുന്ന് നടക്കുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളെ സലാംക്ക നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ട പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ തളർന്ന് വീണ് പിന്നെ മരണത്തെ മുഖാമുഖം കണ്ട് കിടന്ന ആളാണ്. അവിടുന്ന് ആരോ നല്ല മനസ്സുള്ള ആളുകളെടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയെടുത്തുനിന്നാണ് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞ ആൾ കൂടിപ്പോയാൽ ഒരു 4-5 ദിവസം മാത്രമേ ജീവിക്കൂ. കാരണം അത്രയും കണ്ടീഷൻ ആളെ മോശമാണ്. പക്ഷേ നമ്മൾ ഏറ്റെടുത്തു. മറ്റേ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലൊക്കെ 2 മാസത്തോളം ICU തന്നെയായിരുന്നു. അവിടെ നിന്ന് റീക്കവറായി വന്ന് 5 ദിവസം ആയുസ് പറഞ്ഞ ആളിതിപ്പോൾ 6ാമത്തെ വർഷമാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഇവരുടെ ഒരു ലോകം തന്നെയാണ്. ഇവരെ മെയിൻലി പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണലി പറയും, ഇവർ പൂർണ്ണമായും ജനപങ്കാളിത്തത്തോടെ അത് അവരുടെ സഹായം കൊണ്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ, സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്തൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ തരാം. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷപ്പെട്ടുള്ള എല്ലാവരോടും എനിക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം ഉസ്താദെ. ഇതേ മിഥില ഉസ്താദ്, ഒരുപാട് സന്തോഷം. ഉസ്താദാണ് ഇപ്പോൾ ഇതിൻ്റെ മാനേജറും കാര്യങ്ങളും. എന്തായാലും സ്നേഹഭവൻ ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് തന്നു. മിഥില ഉസ്താദ് ഒരുപാട് നല്ല വരും. നിങ്ങളുടെ പേര് പറഞ്ഞു? ഇത് നബീൽ ഉസ്താദ് കേട്ടാ. ഹോസ്പിറ്റലിൽ പോയാണ്ടാ അതെ കാണാൻ കഴിഞ്ഞു. ഉസ്താദാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉസ്താദ് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക്. ഇവിടെ അറിയാലോ രോഗികളായ ആൾക്കാരാണ് കൂടുതലും, കുറച്ചുകൂടെ വാർദ്ധക്യത്തിലോട്ട് എത്തിയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് തന്നു സ്നേഹഭവൻ, കണ്ണൂരിലെ നാടുകാണിയുള്ള സ്നേഹഭവൻ. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരിലോട്ട് എത്തിക്കുക. സ്നേഹഭവൻ നിങ്ങളെല്ലാവരും അറിയണം. ഇൻഷാ അല്ലാഹ് നാട്ടിലൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ സ്നേഹഭവനിലൊന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ശരി.